തൃണമൂൽ കോൺഗ്രസുകാരുടെ സ്വഭാവം കണ്ടിട്ട് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ വരെ ഞെട്ടിയിരിക്കുകയാണ്. ബി.ജെ.പിയെ ഭയമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന തൃണമൂൽ നേതാക്കൾ ഇപ്പോൾ നല്ല സ്വഭാവത്തോടെ നല്ല കുട്ടിയായാണ് ഇപ്പോൾ നടക്കുന്നത്. പറഞ്ഞു വരുന്നത് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഭരണത്തിലിരിക്കെ അഴിമതി കാണിച്ചവരെയെല്ലാം ജയിലിലാക്കുമെന്നും അവർക്കെതിരെ അന്വേഷണം നടത്തുമെന്നും സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം നാട്ടുകാർ 8ന്റെ പണിയും കൊടുത്തു. അതായത് മമതാ ബാനർജിയുടെ ഭരണസമയത്ത് കൈക്കൂലി വാങ്ങിയ തൃണമൂൽ നേതാക്കളുടെ പേരുകൾ നാട്ടുകാർ മെഗാഫോണിലൂടെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ്. ആകെ നാണം കെട്ടിരിക്കുകയാണ് തൃണമൂലിലെ ഓരോ നേതാക്കളും. കുറ്റക്കാരായ ചിലർക്ക് പേടിയായി, ചിലർക്ക് നാണക്കേടായി. സുവേന്ദു പറഞ്ഞതാണ്. ഒടുവിൽ വാങ്ങിയ കൈക്കൂലി പണം അതാത് ആളുകൾക്ക് തിരികെ കൊടുത്ത് തുടങ്ങിയിരിക്കുകയാണ് തൃണമൂൽ നേതാക്കൾ. പശ്ചിമ ബംഗാളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അറസ്റ്റുകളും വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഭയമാണ്. 24 പർഗാനാസിൽ നിന്നാണ് ഇപ്പോൾ സംഭവം പ്രധാനമായി നടക്കുന്നത്. അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഗുണഭോക്താക്കളോട് ഭവന ആനുകൂല്യങ്ങൾ നേടുന്നതിന് പകരമായി കൈക്കൂലി വാങ്ങിയതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഒരു പ്രാദേശിക TMC നേതാവ് പണം തിരികെ നൽകുകയാണ്. ഇപ്പോൾ വീടുകളുടെ അംഗീകാരം സുഗമമാക്കുന്നതിന് ഏകദേശം 45 ഗുണഭോക്താക്കളോട് 5000 രൂപ വീതം വാങ്ങിയിരുന്നു കൈക്കൂലിയായി. ഇത് നാട്ടിൽ വലിയ പാട്ടായി. അന്വേഷണവും ഉറപ്പായി. തുടർന്നാണ് പ്രാദേശിക TMC നേതാവ് പണം തിരികെ നൽകി തുടങ്ങിയത്. പശ്ചിമ ബംഗാളിൽ സർക്കാർ ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും ആളുകൾക്ക് ലഭ്യമാക്കുന്നതിന് പകരമായി പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരോ ഇടനിലക്കാരോ ആവശ്യപ്പെടുന്ന ഒരു കമ്മീഷനെയോ അനൗദ്യോഗിക പേയ്മെന്റിനെയോ കട്ടുമണി എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. അതായത് കൈക്കൂലി വാങ്ങുന്നതും അല്ലെങ്കിൽ അനാവശ്യമായ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണമൊക്കെ വാങ്ങിയാൽ അതിനെ കട്ടുമണി എന്ന വാക്കിലാണ് അവർ അതിനെ അഭിസംബോധന ചെയ്യുന്നത്. റീഫണ്ട് ആവശ്യപ്പെട്ട് ഗ്രാമവാസികൾ ഉച്ചാഭീഷണിയിൽ വഴി പ്രചാരണം നടത്തുകയാണ്. ഇപ്പോൾ ഭവന ആനുകൂല്യങ്ങൾ നേടുന്നതിനോ അല്ലെങ്കിൽ പദ്ധതി പ്രകാരം ഭാവി ഗഡുക്കൾ ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കുന്നതിനോ ഗുണഭോക്താക്കൾക്ക് 5000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള കമ്മീഷനുകൾ നൽകാൻ നിർബന്ധിതരായതായി താമസക്കാർ പറയുന്നുണ്ട്. അപേക്ഷകളോ പേയ്മെന്റുകളോ വൈകിയേക്കാമെന്ന ഭയത്താലാണ് പണം നൽകിയതെന്നാണ് പല ഗ്രാമവാസികളും ഇപ്പോൾ പറയുന്നത്. ബി.ജെ.പി സർക്കാർ വന്നതോടുകൂടി എന്ത് അപേക്ഷ കൊണ്ടുവച്ചാലും അത് അപേക്ഷ കൊണ്ട് സർക്കാർ ഓഫീസുകളിൽ സമർപ്പിച്ചാൽ 2 ദിവസത്തിനകം അത് സാങ്ഷൻ ചെയ്ത് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജൂൺ 4-നകം ഗുണഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുത്ത എല്ലാ പണവും തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ താത്കാലികമായി അവസാനിച്ചതായി പ്രാദേശിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം സമയപരിധിയെക്കുറിച്ച് പ്രാദേശിക നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നതിനായി ഗ്രാമവാസികൾ മാർച്ചുകളും ഉച്ചാഭീഷണി പ്രചാരണങ്ങളും സംഘടിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനം ചെയ്ത പണം കൃത്യസമയത്ത് തിരികെ നൽകിയില്ലെങ്കിൽ പുതിയ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്ന് താമസക്കാർ തൃണമൂൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് ബി.ജെ.പി അധികാരത്തിൽ വന്നതോടുകൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം തന്നെ അവിടെ പ്രകടനമായത്.